നിതിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ ഡോണറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം മസാലയൊന്നും ചേർക്കാതെ, ഉള്ളിയൊന്നും വഴറ്റി സമയം കളയാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും വാങ്ങിക്കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സും കൂടിയാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ പുഴുങ്ങിയതാണ്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സായിട്ട് അരിഞ്ഞു വച്ചിട്ടുണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു വലിയ സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 1/2 കപ്പ് ബ്രെഡ് ക്രംസും, എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ടോ അല്ലെങ്കിൽ ഒരു ചോപ്പറിലോട്ടോ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ. അങ്ങനെ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്കിത് വേണ്ടത്. നിങ്ങളിനി അരയ്ക്കുമ്പോൾ ഇത് ലൂസായി പോവുകയാണെങ്കിൽ അതിലോട്ട് ഇത്തിരി ബ്രെഡ് ക്രംസും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് തിക്കായിട്ട് വന്നോളും. ഇനി നമുക്ക് ഡോണറ്റ്സിൻ്റെ ഷേപ്സ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ശേഷം മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇത് കയ്യിൽ വെച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് പരത്തി കൊടുക്കാം. കൈ വെച്ചിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് സെറ്റാക്കി കൊടുക്കണം. ശേഷം ഡോണറ്റിൻ്റെ ഷേപ്പ് പോലെ തന്നെ വരാനായിട്ട് നടുവിൽ വിരൽ വെച്ചിട്ട് ഒരു കുഴി ഇട്ട് കൊടുക്കാം. വീണ്ടും കൈ വെച്ച് എല്ലാ സൈഡും ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ ശരിക്കും ഡോണറ്റിൻ്റെ ഷേപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇതേപോലെ ഡോണറ്റ്സിൻ്റെ ഷേപ്സിലാക്കി എടുക്കണം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് നമുക്ക് മാറ്റാം. ഇനി ഒരു ചെറിയ ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഒരു ഫോർക്ക് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോണറ്റ് ആദ്യമേ തന്നെ മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ശേഷം നമുക്കിതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുട്ടയിലേക്ക് മുക്കി കൊടുക്കാം. മുട്ടയിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇനി ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബ്രെഡ് ക്രംസ് വച്ചിട്ട് നന്നായിട്ട് ഈ ഡോണറ്റ്സിന് നമുക്ക് നല്ല കട്ടിക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് ഇത് പതിയെ പൊടിയാണ്ട് പതിയെ വേണം ചെയ്തെടുക്കാൻ. അങ്ങനെ ആദ്യത്തെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഡോണറ്റും കോട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഡോണറ്റും ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഡോണറ്റ്സ് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വച്ചിട്ട് ഡോണറ്റ്സ് ഫ്രൈ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേവത്തില്ല. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് നമുക്ക് മറ്റേ വശം കൂടി ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ആദ്യം ഇട്ട് കൊടുത്ത ഡോണറ്റ്സൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഡോണറ്റ്സും കൂടി ഇതേപോലെ തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഡോണറ്റ്സും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
വളരെ ക്രിസ്പി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ്സാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഡോണറ്റും കൂടിയാണിത്. കെച്ചപ്പിൻ്റെ ഒപ്പമോ മയണൈസിൻ്റെ ഒപ്പമോ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണിതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുകയും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.